അരമനയുടെ തിണ്ണ നിറങ്ങാൻ BJP നേതാക്കൾ പോകരുത്. എത്ര ഉരുട്ടി കൊടുത്താലും അവർ പിന്തുണയ്ക്കില്ല. പറയുന്നത് ആരാണ്? ലക്ഷ്മിപ്രിയയാണ്. ലക്ഷ്മിപ്രിയ എന്ന ഈ സിനിമാ നടിയാണ് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. സിനിമാ നടിയായ ലക്ഷ്മിപ്രിയയ്ക്ക് ഇന്നലത്തെ റിസൾട്ട് കണ്ടപ്പോൾ വല്ലാത്ത വേദനയും ദുഃഖവും ഒക്കെ വന്നു. ആ ദുഃഖത്തിലും വേദനയിലുമൊക്കെയാണ് ലക്ഷ്മിപ്രിയ ഈ കുറിപ്പിട്ടിരിക്കുന്നത്. ലക്ഷ്മിപ്രിയയുടെ കുറിപ്പ് ഒന്ന് വായിക്കാം. ഇനിയെങ്കിലും അച്ഛന്മാരുടെ അരമനയുടെ തിണ്ണ നിരങ്ങാൻ BJP നേതാക്കൾ പോകരുത്. എത്ര ചേർത്ത് പിടിച്ചാലും ഉരുട്ടിക്കൊടുത്താലും അവർ BJPയെ പിന്തുണയ്ക്കില്ല. അനൂപ് ആൻ്റണി, ഷോൺ ജോർജ്, PC ജോർജ് ഇവരുടെ പരാജയം വ്യക്തമാക്കുന്നത് അതാണ്. പകരം ഹിന്ദു കമ്മ്യൂണിറ്റി നേതാക്കളെ കാണുക. ഹിന്ദു മഹാസഭ, ബ്രാഹ്മണ സഭ, വിശ്വകർമ്മസഭ, ഗണകസഭ, NSS, SNDP, KPMS എല്ലാ ഹിന്ദു സമാജങ്ങളെയും ചേർത്ത് പിടിക്കുക. അവർക്ക് അടിസ്ഥാന ജീവിത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കുക. മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. പെൻഷനും മരുന്നിനുള്ള സംവിധാനവും ഉണ്ടാക്കി കൊടുക്കുക. വോട്ടൊക്കെ താനേ പോന്നോളും. മുസ്ലിം ലീഗും SDPയും ജമാഅത്ത് ഇസ്ലാമിയും മതേതര പാർട്ടിയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയും മതേതര പാർട്ടിയാണ്. ഇന്ത്യ മുന്നണിയിൽ അവർ 11ഉം LDF മുന്നണിയിൽ ബാക്കി 11 കക്ഷികൾ ഒരുമിച്ച് ചേരും. അതുകൊണ്ട് സമാജത്തെ ചേർത്ത് പിടിക്കാൻ BJP നേതൃത്വത്തിന് കഴിയണം. ബാക്കി ആരെയും പ്രീണിപ്പിക്കാൻ പോകരുത്. സമാജത്തിൻ്റെ ഏകീകരണം ഉറപ്പുവരുത്തണം. പറയുന്നത് ലക്ഷ്മിപ്രിയയാണ്. ലക്ഷ്മിപ്രിയ വിചാരിക്കുന്നത് ഏതെങ്കിലും മതത്തിലോ ജാതിയിലോ രാഷ്ട്രീയത്തിലോ ഒക്കെ വിശ്വസിച്ചാലും ലക്ഷ്മിപ്രിയ പോലെ എന്തെങ്കിലും തൂപ്പ് പോലെ അയല പോലെ എന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ ആണാടിൻ്റെ പുറകിൽ പട്ടി നടക്കുന്നത് പോലെ പട്ടി വരുന്നത് പോലെ വരുന്നവരാണ് എല്ലാ മനുഷ്യരും എന്നാണ് വിശ്വസിക്കുന്നത്. അല്ലാതെ അവരവരുടെ രാഷ്ട്രീയമോ ജന്മമോ മതമോ വിശ്വാസമോ ആദർശമോ ഒന്നും പ്രശ്നമല്ല. അതെല്ലാം കേവലം ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ ഗുണത്തിന് വേണ്ടി വിൽക്കാനുള്ളതാണെന്നും എന്ത് വിറ്റാലും ലാഭം കിട്ടണമെന്ന ആഗ്രഹമുള്ളവരുമാണ് സാധാരണ മനുഷ്യരെന്നാണ് ലക്ഷ്മിപ്രിയ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അച്ഛന്മാരുടെ തിണ്ണ നിരങ്ങാൻ പോയിട്ടൊന്നും കിട്ടാത്തതിൽ ഇത്രയും പരിഭവം പറയുന്നത്. ഇത് കേട്ടാൽ തോന്നുക അച്ഛന്മാരെല്ലാം അവിടെ ഇരുന്ന് വായോ തിണ്ണ നിരങ്ങൂ എന്ന് വിളിച്ച് ലക്ഷ്മിപ്രിയയോട് പറഞ്ഞ ലക്ഷണമുണ്ടെന്നാണ് തോന്നുന്നത്. അവരുടെയൊക്കെ തിണ്ണ വൃത്തിയാക്കാനും അതുപോലെ അതൊക്കെ മെച്ചപ്പെടുത്താനും ഒക്കെയുള്ള സംവിധാനങ്ങൾ അവരവർക്കുണ്ട്. അവരവർ ചെയ്തോളും. പിന്നെ ഗണകസഭ, വിശ്വകർമ്മസഭ, ഹിന്ദു സമാജം, ആ സമാജം ഇവരെല്ലാം പോയി പിടിക്കാനാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞിരിക്കുന്നത്. അവരെല്ലാം പോയി പിടിച്ചതായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. ആ പിടിച്ചവർക്കെല്ലാം ഇട്ട് അവരെല്ലാവരും കൂടെ കൊടുത്ത പണിയാണ് ഈ എതിർ പാർട്ടിയിൽപ്പെടുന്നവർക്ക് ഇത്രയും സീറ്റ് കിട്ടിയത്. SNDP യോഗ ജനറൽ സെക്രട്ടറിയെ പിടിച്ച് കാറിലിരുത്തി, NSSൻ്റെ സെക്രട്ടറിയെ പിന്നെ പിടിച്ച് മുകളിലിരുത്തി, വേറെ സഭയെ അങ്ങനെ പിടിച്ചു, ആ സഭയെ ഇങ്ങനെ പിടിച്ചു, ഇവരെ എല്ലാവരെയും അങ്ങോട്ട് പിടിച്ചു, സമുദായത്തിനെ തിരിച്ചു പിടിച്ചു, അവർക്കെല്ലാം ഓരോന്നോരോന്ന് കൊടുത്തു. ഇതെല്ലാം കൊടുത്തിട്ടും ജനമെല്ലാം കൂടി മടുത്തപ്പോൾ തിരിഞ്ഞിറങ്ങി നിന്ന് വോട്ട് ചെയ്തു. ഇതങ്ങ് അവസാനിച്ചു. എവിടെയായാലും ഇത്രയേ ഉള്ളൂ. ആ സഭയും ഈ സഭയും ജാതിയും മതവും ഒക്കെ പിടിച്ചാലൊന്നും രക്ഷയില്ല. പിന്നെ ആകെ ചെയ്യാൻ കഴിയുന്നത് ഇനി പിടിക്കാൻ കേരളത്തിൽ പറ്റണമെങ്കിൽ പള്ളിക്കൂടങ്ങളെല്ലാം അടയ്ക്കണം. അടച്ചിട്ട് ഉത്തരേന്ത്യയിലൊക്കെ കാണിക്കുന്നത് പോലുള്ള വിക്രിയകളും ഒക്കെ കാണിച്ച് അടുത്ത തലമുറയിൽ പള്ളിക്കൂടത്തിൽ പോകാത്ത കുട്ടികളെ റെഡിയാക്കിയെടുത്ത് വളർത്തിയെടുത്താൽ ചിലപ്പോൾ രക്ഷ കിട്ടിയെന്ന് വരും. അതുവരെ ലക്ഷ്മിപ്രിയ ജീവിച്ചിരിക്കുന്നെങ്കിൽ കാണാം, അല്ലെങ്കിൽ പാടാം.